ഹലോ പ്രിയരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹാദരങ്ങളോടെ സ്വാഗതം. ഞാൻ ഒരു മനസ്സംതൃപ്തിയിലാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ 2-3 വീഡിയോസായിട്ട് നമ്മളെ നൗഷാദ് അഹ്സനിയുടെ തള്ളൽ പ്രമാണിച്ച് അതിൻ്റെ പുറകെ ആയിരുന്നു. ഇന്നും അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാനായിരുന്നു കരുതിയത്. യാദൃശ്ചികമായിട്ടാണ് ഇന്ന് ഫേസ്ബുക്കിൽ മറ്റൊരു സന്തോഷ വാർത്ത കണ്ടത്. എൻ്റെ വീഡിയോയിൽ സെർച്ച് ചെയ്ത മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ എക്സ് മുസ്ലിം ഹാരിഫ് ഹുസൈൻ എന്നെ കുറിച്ച് വളരെ നീചമായിട്ട് പുണ്യ റസൂലിനെയും അതിന് 1-2 ക്ലിപ്പുകളെയും കാണിച്ചു തരാം. വളരെ നീചമായിട്ട് ഇസ്ലാമിനെയും എക്സ് മുസ്ലിം ആയിക്കൊണ്ട് വളരെ അപകീർത്തിപ്പെടും. നമുക്ക് നമ്മളെ വായിക്കൊണ്ട് പറയാൻ പറ്റാത്ത കോലത്തിൽ മുഹമ്മദ് പ്രവാചകനെ കുറിച്ചൊക്കെ വളരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു ആളെ കുറിച്ചൊരു സന്തോഷ വാർത്ത ഞാൻ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ, അപ്പോൾ ഇന്ന് നൗഷാദ് ഹസനിയുടെ വീഡിയോക്ക് പകരം ഈ സന്തോഷ വാർത്തയാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഈ ആരിഫ് ഹുസൈന് വർഷങ്ങളോളം സ്വന്തം പെറ്റുമ്മയോടുമായി വാർദ്ധക്യ സഹജമായ ഉമ്മയും കാണാതെ, ഉമ്മയോടടുത്ത് വരാതെ വർഷങ്ങളോളമായിട്ടും അവസാനം ഉമ്മ മരണപ്പെട്ടപ്പോയും വളരെ സങ്കടകരമായ ഒരു ക്ലിപ്പും കൂടി ഞാൻ കാണിച്ചുതരാം. ഉമ്മ മരണപ്പെട്ടപ്പോയും ഈ സംഘികളെ സംതൃപ്തിപ്പെടുത്താൻ എൻ്റെ ഉമ്മ മകനെ വേണ്ടാതെ ഹൂറികൾക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലിപ്പ്, അത് ആദ്യം ആ ക്ലിപ്പ് ഒന്ന് കാണി, എന്നിട്ട് ആരിഫ് ഹുസൈനെ കുറിച്ച് കുറച്ച് പറഞ്ഞത്. ആരിഫ് ഉമ്മയെ തള്ളി പറഞ്ഞൊന്നും അല്ല നമുക്കിവിടെ വിഷയം. ഞാൻ ആരിഫിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല. നിങ്ങൾ ആരെങ്കിലും ആരിഫ് ഹുസൈൻ അടിച്ചുകൊണ്ട് കയറി നോക്കൊണ്ടി. നമുക്ക് ആ കേൾക്കാൻ അറക്കുന്ന വെറുക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഒരു സംഘികളും ഒരു BJP, ഒരു RSS, ഒരു VHP കാരനെ കൊണ്ട് പറയാൻ കഴിയാത്ത അത്രയും വളരെ നീചമായിട്ട് പുണ്യനബിയെ, ഭാര്യമാരെ കുറിച്ച്, മഹദീജാബിയെ കുറിച്ച് ഒക്കെ വളരെ മ്ലേച്ഛമായിട്ട് 1-2 ക്ലിപ്പ് ഞാൻ അതിൽ കാണിച്ചു തരാം. അത്രയും പറഞ്ഞ ഞാനൊക്കെ അത്ഭുതപ്പെട്ടിരുന്നു. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു മതേതര നാട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ ഒരു പേന ചലിപ്പിക്കുന്ന ഒരു എതിർക്കും. ഞാൻ 1-2 വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. എനിക്ക് കണ്ടമാനം കമൻറ്റ് വന്നു. ഞാനതിന് പുറകെ പോയില്ല. കാരണം ഇത് നമുക്ക് കയ്യെത്തും ദൂരത്തും ഉയർന്നിരിക്കുന്നു. അതിൻ്റെ സംഖ്യകൾ കണ്ടമാനം കൂടെയുണ്ട്. അപ്പം ഇതിൽ ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. ഇതിനൊരു തൂലിക ആരും എവിടെയും ഫയൽ ചെയ്യാത്തത്. അതിനൊരു സന്തോഷ വാർത്ത കണ്ടപ്പോഴാണ് ഇന്ന് നമ്മളെ നൗഷാദ് ഹസനിയുടെ വീഡിയോ മാറ്റിയിട്ട് ഇന്ന് ഇങ്ങോട്ടൊരു വീഡിയോ ആക്കിയത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഒരു അൽഫലാ സർവകലാശാല എന്ന് പറഞ്ഞ സർവകലാശാലയിലെ അവിടെ വളരെ വിദ്വേഷകരമായ പ്രചാരണം, ഞാനത് പ്രചാരണം കേൾപ്പിക്കുന്നില്ല, അതിന് കോടതി നിർദ്ദേശം കേസെടുക്കാൻ. ഇത് കേട്ടപ്പോൾ സന്തോഷം. കാരണം നമ്മൾ ഈ മതേതര ഇന്ത്യയിൽ ഇപ്പം എനിക്കൊക്കെ എത്ര സുഹൃത്തുക്കളാണ്, ഒക്കെ എല്ലാവരും മുസ്ലിംസ് അല്ല. ഇങ്ങനത്തെ മതേതര ഇന്ത്യയിൽ ഹിന്ദുവിനെ കുറ്റം പറയാൻ, ക്രിസ്ത്യാനെ കുറ്റം പറയാൻ, മുസ്ലിമിനെ കുറ്റം പറയാൻ ആരും അനുവദിക്കില്ല. പക്ഷേ ഇത്ര പച്ചയായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സംഖ്യക്കും പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ പച്ചക്ക് സ്റ്റേജിൽ പബ്ലിക്കിൽ ആരിഫ് ഹുസൈൻ ഇങ്ങനെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു നിയമം വരുന്നില്ല, ആരും പരാതിപ്പെടുന്നില്ല. ഞാനൊക്കെ ഉദ്ദേശിക്കുന്നു ഒരു കേസ് ഫയൽ ചെയ്യണമെന്ന്. പക്ഷെ നമുക്ക് തിരക്കിനിടയിൽ അപ്പം അതിനൊരു ചെറിയ സന്തോഷ വാർത്ത കേട്ടപ്പോൾ ഇതാണ്. ഇപ്പോൾ കോഴിക്കോട് കോടതി നിർദ്ദേശം കൊടുത്തിരുന്നു കേസ് എടുക്കാൻ. അപ്പം ആ ഒരു ശുഭവാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ ആരിഫ് ഹുസൈൻ്റെ ക്ലിപ്പുകളൊന്നും വെക്കില്ല, 1-2 ക്ലിപ്പ് ഞാൻ വെച്ചുതരാം. ഓക്കെ, ഗുഡ് ബൈ. നിങ്ങളുടെ അഭിപ്രായം എഴുതുക, കമൻറ്റ് ചെയ്യുക. ഗുഡ് ബൈ, ശുഭം. അനീഫ കട്ടുപ്പാറ. ഖദീജയുടെ തൊടയിലിരുത്തി മുഹമ്മദ് നബീനെ കേട്ടിട്ടുണ്ടോ? ഇല്ല സാറ് വ്യക്തമായിട്ട് എളുപ്പം പറഞ്ഞോളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോന്ന് എനിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് വെറുതെ എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് വിളിച്ച് ഇങ്ങനെ വഴി കൂടെ പോണ ആളെ പിടിച്ച് ബാട ഖദീജയുടെ തൊടയിലിരുത്തിയ കഥ പറയണമെന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഞാൻ പറയണ്ടല്ലോ. കേട്ടിട്ടില്ല, ഒരു വട്ടം തന്നെ വ്യക്തമായിട്ട് പറയണം, അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ല. അപ്പോ ഖദീജയുടെ തൊടയിലിരുത്തി, എന്നിട്ട് ചോദിച്ചു ഇപ്പോൾ ആ പറഞ്ഞ ആളെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു കാണുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഈ തൊടയിൽ നിന്ന് തുണിയൊക്കെ മാറ്റി നഗ്നയായിട്ടിരുന്നു ഖദീജ. എന്നിട്ട് ഖദീജയുടെ തൊടയിൽ വീണ്ടും മുഹമ്മദ് നബീനെ ഇരുത്തി. കേൾക്കൂ. നിങ്ങൾ കഥ കേട്ടിട്ടില്ല, കഥ ഞാനാ പറയണത്. ഓക്കെ, നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടോ? കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ? കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ? കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ? കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ? കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ?
ഈ കഥ നമ്മൾ കേട്ടിട്ടില്ല. കേട്ടില്ല. എന്നാ ഞാൻ പറഞ്ഞ കേൾക്കും. കഥയാണ് കേൾക്കാൻ. കഥ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ഞാൻ പറയും. ഓക്കെ, ഞാൻ പറയും. ചരിത്രം. ഓക്കെ, അതാ പറഞ്ഞ കഥ അല്ലെങ്കിൽ അൽ ചരിത്രം. ഓക്കെ, കഥ അല്ലെങ്കിൽ അൽ ചരിത്രം ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറയണ കേൾക്കുക. ഇടയ്ക്ക് കയറിയിട്ട് വെറുതെ ഇടങ്കോലിടരുത്. അതെന്ത് കുന്ത്രാണ്ടാണെങ്കിലും അവിടെ ഉണ്ടായ സാധനമാണ് പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ചരിത്ര ബുക്ക് എടുത്ത് വായിച്ചോ. ഓക്കെ, അതിൽ പറയുന്ന കഥയാണ്. എന്നാ ശരി. അപ്പൊ എന്താ അവിടെ ഉണ്ടായത്? തൊടയിൽ നിന്ന് തുണി മാറ്റിയിട്ട് നഗ്നയായിട്ട് അവിടെ ഇരുത്തുന്നു. ഓക്കെ, നഗ്ന തൊട, നഗ്ന പാതയായി അകത്തു വരൂ, കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞു. നഗ്ന തൊടയിൽ കയറിയിരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കയറിയിരുന്നിട്ട് ഇരുത്തിയിട്ട് ചോദിച്ചു, ഇപ്പോൾ കാണുന്നുണ്ടോ? കേൾക്കൂ കേൾക്കൂ കോയ കേൾക്കൂ. അപ്പൊ എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു, ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അവിടെ അതിന്റെ തീരുമാനം? അപ്പൊ വന്നത് പിശാചല്ല, അത് മലക്ക് തന്നെയാണ്.